ഹായ് ഓൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ബീഫ് കറിയും അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി 1.5 കിലോ ബീഫ് നല്ലപോലെ കഴുകി അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 സവാള ചെറുതായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് മസാലക്കൂട്ടങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലൊക്കെ വേണ്ടത് കുറച്ച് തിളച്ച വെള്ളമാണ്, അതും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ ബീഫൊന്ന് വേവിച്ചെടുക്കാം. ഇനി വേറൊരു ഫാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫാൻ നല്ലപോലെ ചൂടാകുമ്പോഴേക്ക് 1 ഗ്ലാസ് മല്ലിയിട്ട് കൂട്ടി നല്ലപോലെ തന്നെ ചൂടാക്കിയെടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ മുളകും ഇതുപോലെ തന്നെ ചൂടാക്കിയെടുക്കാം, നല്ലപോലെ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഈ രീതിക്ക് ചെയ്താൽ ബീഫ് കറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കണം. അത് നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെയൊക്കെ ചൂടൊക്കെ തണുത്തതിന് ശേഷം ഇതൊക്കെ പൊടിച്ചെടുക്കാം. അപ്പോൾ മല്ലിയും മുളകും നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലപോലെ വെന്തതിൻ്റെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മുളകും മല്ലിയും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ചെയ്താൽ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ബീഫ് കറി നല്ലപോലെ തന്നെ തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഉപ്പ് പാകത്തില്ലെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ തിളക്കാൻ വെക്കാം. ആ സമയത്ത് തന്നെ വേറൊരു പാൻ അടുപ്പ് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ആ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞ് കൂടി ചേർത്ത് നല്ലപോലെ മുപ്പിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ മുപ്പിച്ചെടുക്കാം. നല്ലപോലെ തന്നെ മുപ്പിച്ചെടുക്കാം. ഇനി തിളച്ച ബീഫ് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ ടേസ്റ്റിന് അടിപൊളി ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്നും ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് വെച്ചാലോ. അതിനുവേണ്ടി 1 കിലോ തനിമ റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. വൃത്തിയായി കഴുകി അരിപ്പയിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ ഏത് പാത്രത്തിലാണെങ്കിൽ അരി എടുക്കേണ്ടത് ആ പാത്രത്തിലായിരിക്കണം വെള്ളം അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ ഒരു ചട്ടി അടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയെല്ലാം ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ 1 സവാള ചെറുതായിരുന്നു കൂടി ചേർത്ത് കൂടി നല്ലപോലെ മുപ്പിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് ഇതിലേക്ക് ഏലക്കയും ബെലീഫും കെറ്റ, കറമ്പ്, ഗ്രാമ്പൊക്കെ ചേർത്ത് നല്ലപോലെ തന്നെ മുപ്പിച്ചെടുക്കാം. അതേപോലെ തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ തന്നെ മുപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ മുപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 പാത്രം അരി എടുത്തതിന് അതിലേക്ക് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വരട്ടെ. ഇനി വെള്ളം തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അരിയെല്ലാം കഴുകി ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം അതോടൊപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം. നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം നല്ലപോലെ അടച്ച് വെക്കാം. അപ്പോൾ നല്ലപോലെ ഇതുപോലെ വറ്റി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഇളക്കിയിട്ട് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കാം. നമുക്കിത് മൂടി കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല. നല്ല ടേസ്റ്റ് ബീഫ് കറിയും നെയ്ച്ചോറും ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അതേപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുമ്പോൾ സപ്പോർട്ടാക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ, താങ്ക് യു.